അതെ, എൻ്റെ ലിയോ ലാവിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മെസ്സേജസും കമൻസും ഞാൻ കണ്ടു. അവരെപ്പറ്റി പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല കേട്ടോ. ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കൂടുതലും വന്നിട്ടുള്ളത്. ലിയോ ലാവിയുടെ ബിഹേവിയർ കണ്ടാൽ അറിയാം അവരൊട്ടും ട്രെയിൻഡ് അല്ല. ട്രെയിനിങ് കഴിഞ്ഞ ഡോഗ് ആണെങ്കിൽ ഫുഡ് കാണുമ്പം ഇത്തരത്തിൽ ബിഹേവ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ പെറ്റിനെയും ലിയോ ലാവിനെയും കമ്പയർ ഒക്കെ ചെയ്തിട്ട് വലിയ വലിയ കുറേ മെസ്സേജസും കമൻറ്റുകളും ഒക്കെ ഇടാറുണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, ലിയോ ലാവി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സ് ആണെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ പെറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. ഞങ്ങൾ ആദ്യമേ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്ന പെറ്റ്, അവൻ ജനിക്കുമ്പം ദൈവം എന്ത് ക്യാരക്ടറാണോ അവന് കൊടുത്തിട്ടുള്ളത് അതുപോലെ അവൻ ജീവിതം ജീവിച്ച് തീർക്കണം. അതല്ലാതെ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കുറച്ച് ഒബീഡിയൻ്റ് ആയിട്ട് വളർത്തി അവൻ്റെ ആ ഒരു ഒറിജിനൽ ക്യാരക്ടറിനെ സപ്രസ് ചെയ്യിപ്പിക്കുന്നതിനോട് പേഴ്സണലി ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് കരുതി ട്രെയിനിങ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ പറയില്ല കേട്ടോ. ട്രെയിനിങ് വളരെ നല്ലതാണ്. നമുക്ക് ഇവരുടെ പുറകെ നടക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ കുറച്ച് സൈലൻ്റ് ആണ്, നമ്മളെല്ലാവരും കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവരുടെ പുറകെ ഓടാനും ഇവരുടെ കുരുത്തക്കേടുകൾ ആസ്വദിക്കാനും ഇവരെ കുരുത്തക്കേടുകൾ കണ്ട് പൊട്ടിച്ചിരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട എന്നുള്ളൊരു ഡിസിഷനിലോട്ട് ഞങ്ങൾ എത്തിയത്. പക്ഷെ ഒരു കാര്യത്തിന് മാത്രം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ലിയോ ലാവിക്ക് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നടക്കാൻ പോകുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ട്രെയിനർ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും ലിയോ ലാവിനെയും കൊണ്ട് നടക്കാനായിട്ട് പോവും. അവർ പുള്ളി ചെയ്യാതിരിക്കാനും, കാരണം ഒരുപാട് സ്മെല്ലുകൾ കിട്ടുമല്ലോ റോട്ടിലൂടെയൊക്കെ. അപ്പോൾ അവർ പുള്ളി ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളും അവരുടെ കൂടെ പോയി നടന്ന് പഠിച്ചു. പിന്നെ നമ്മൾക്ക് ഇവരെ ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇതേപോലത്തെ കുരുത്തം കിട്ട പരിപാടികളൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇതൊക്കെ കാണുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഞങ്ങളെടുത്ത ഈ ഒരു തീരുമാനം തെറ്റായി പോയി എന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല, ഇനി തോന്നാനും പോകുന്നില്ല. കാരണം ഓരോ സെക്കൻഡും എൻ്റെ ലിയോ ലാവി ഞങ്ങളെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ലിയോ ലാവിയുടെ കുരുത്തക്കേട് ഇല്ലെങ്കിലുണ്ടല്ലോ ഈ വീട് ശരിക്കും ഉറങ്ങിയ പോലെ. സോ അവരായിട്ട് തന്നെ ജീവിക്കട്ടെ, ഞങ്ങൾക്കത് കാണാനാണ് ഇഷ്ടം. ഓക്കെ, ബൈ.